ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെറിൻ ബോൺ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ് ഹെറിൻ ബോൺ സ്റ്റിച്ച്. നമുക്ക് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. അതിൽ കുറച്ച് വേരിയേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഹെറിൻ ബോൺ സ്റ്റിച്ചാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക, വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 1-2 തവണ വീഡിയോ നന്നായിട്ട് കാണാം കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ട് വീഡിയോ നന്നായിട്ട് കാണുക. കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനും പഠിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഹെറിൻ ബോൺ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അതിൻ്റെ ഒരു വേരിയേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇതുപോലെ ലൈന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലൈന് കൊടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ കറക്റ്റ് ഒരു അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരേപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ ആഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈൻ ആഡ് ചെയ്യണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് വെച്ചിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ലൈന് വരച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ നമുക്ക് 2 കളർ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ നോർമലി ചെയ്തതുപോലെ തന്നെ ഹെറിൻ ബോൺ സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ലോക്ക് ചെയ്യുന്നത് പോലെ കേട്ടോ, ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യുന്നത് പോലെ ഒരു സ്റ്റിച്ചാണ് വരുന്നത്. അടുത്ത സ്റ്റിച്ച് നമ്മളിതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാത്തിലും നമുക്ക് ബേസിക്കായിട്ട് വരുന്നത് ഹെറിൻ ബോൺ സ്റ്റിച്ച് തന്നെ കേട്ടോ. അതിൽ കൂടെ നമ്മൾ അഡീഷണൽ വേറെ സ്റ്റിച്ചുകളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഹെറിൻ ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഹെറിൻ ബോൺ സ്റ്റിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റിച്ചിലും ചെയ്യുന്നത്. ബേസിക്കായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വേറൊരു സ്റ്റിച്ച് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചും ഓരോ വേരിയേഷൻസും ഒക്കെ നമുക്ക് നമ്മുടെ തന്നെ ഡ്രസ്സുകളിലും അതേപോലെ സ്ലീവിൽ നെക്കിൻ്റെ ലൈനിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കുർത്തീൻ്റെ നെക്ക് ലൈനിൽ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ്
എംബ്രോയ്ഡറി ചെയ്തെടുക്കാമെന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അതേപോലെ നമുക്ക് നെക്ക് ലൈനിലും സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറീസ് ഒക്കെ ചെയ്തിട്ട് പ്ലെയിൻ കുർത്തീസൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെയ്തത് ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുർത്തീസിലൊന്നും കൂടുതൽ വലിയ വലിയ സ്റ്റിച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. അതേപോലെയാണ് നമുക്ക് ഈ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നതും. ഇതിപ്പോൾ 2 കളറും 3 കളറൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചുകൾ വരുന്നുണ്ട് ഹെറിംഗ് ബോണിൽ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ നെക്കിൻ്റെ ലൈനിലൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണുകളോ മുത്തുകളോ ഒന്നും യൂസ് ചെയ്തിട്ട് അല്ലാതെ വെറും ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല കളർഫുള്ളായിട്ടും നല്ല അടിപൊളിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും നന്നായിട്ട് കാണണം. കണ്ടാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ഇതുപോലൊക്കെ ചെയ്യാനും പഠിച്ചെടുക്കാനും പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ 1 or 2 തവണ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടും അതേപോലെ ചെയ്തും പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഓരോ വർക്കും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളിതൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി അതുപോലെ തന്നെ നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന ഓരോരോ വർക്കും കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളത് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കൈ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയിലും എല്ലാവരും ഇത് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പുറത്തേക്കൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടും കുറച്ചുകൂടി നീറ്റായിട്ടും വേണം നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ചാൽ തന്നെയുള്ളൂ നമുക്കത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുക. ആദ്യം ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ അതുപോലെ പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഓരോ സ്റ്റിച്ചും നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരും. കാരണം ഞാനും ഇതുപോലെ തന്നെ പഠിച്ച ആളുമാണ്. കാരണം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിന് മുൻപേ ഇതേപോലെ എംബ്രോയ്ഡറിനോട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടും അല്ലാതെ തന്നെ ഓരോ ക്ലാസ്സും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എംബ്രോയ്ഡറി ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കതിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ ഞാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തൊക്കെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് കാണുന്ന സമയത്ത് പുറത്തുള്ള ഒരാൾ കാണുമ്പം ഇത് നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. അത് ഭയങ്കരം തന്നെ കേട്ടോ. അപ്പം നമ്മളത് നല്ല നീറ്റായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ വേറൊരാൾ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, എനിക്കൂടി ഒന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള എല്ലാ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. നമ്മുടെ ഓരോ ക്ലാസ്സും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് എടുത്ത് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ. നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ലല്ലോ. ഇതിപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ചെയ്യാൻ അറിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആവാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ വേറെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റിലൂടെ അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹെറിൻബോൺ സ്റ്റിച്ചിൻ്റെ 8 വേരിയേഷൻ സ്റ്റിച്ചുകളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ സ്റ്റിച്ചുകളും എല്ലാവരും ചെയ്ത് പഠിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ എല്ലാവർക്കും പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കുക കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ സ്റ്റിച്ചസും നമ്മൾ ചെയ്ത് പഠിക്കുക കേട്ടോ. പെർഫെക്റ്റായിട്ട് എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്ത് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്